സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അവയുടെ വിജയം നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഇതായിരുന്നു: പരിശുദ്ധ കുർബാനയിലെ ഉത്ഥാന ഗീതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ഈശോയുടെ മാമോദീസ. ചോദ്യം 2: പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ മധ്യയുള്ള സുവിശേഷ പ്രദക്ഷിണത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഈശോ ഭൂമിയിലേക്ക് വന്നതിന്റെ. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ വിജയം ആരെന്ന് നമുക്ക് നോക്കാം. കടുകുമണി കൂട്ടുകാർ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പഠിച്ചത്? ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും. ഇന്ന് നമ്മൾ എന്തായിരിക്കും അപ്പോൾ പഠിക്കാൻ പോകുന്നത്? വചന ശുശ്രൂഷ കഴിഞ്ഞു വരുന്ന ഭാഗം, അതായത് ഒരുക്ക ശുശ്രൂഷയും അനാഫറയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ശുശ്രൂഷകളായിട്ടുള്ളത്? ഉണ്ട്. അശ്വിനുണ്ട്, ജോഫിനുണ്ട്. ചാക്കോച്ചിൻ്റെ കൂടാത്ത? ഞാൻ കൊയറിലുണ്ട്. കൊയറിലുള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പം നിങ്ങൾ ശുശ്രൂഷികളായിട്ടുള്ളവർ പറയും, എന്താണ് ആ വരുന്ന ഭാഗത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? എന്നെക്കാട് സീനിയർ ജോഫിന് അറിയാൻ തോന്നുന്നു. ഇതിലെ ഒരുപാട് പ്രാർത്ഥനകളാണുള്ളത്. ഓക്കെ. വചന ശുശ്രൂഷ കഴിഞ്ഞ് പിന്നീട് ഒത്തിരി സമർപ്പണ പ്രാർത്ഥനകൾ, അനാഫറകൾ, അതൊക്കെയാണ് വരുന്നത്. മെയിൻലി നമുക്ക് 4 അനാഫറകളാണുള്ളത്. അതിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ തരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായിട്ട് നമുക്ക് ജോസച്ചിനെ വിളിക്കാം. ഓക്കെ. ജോസച്ചിനെ ഇങ്ങനെ വിളിച്ചാൽ പോരാ, കൈ അടിച്ച് വിളിക്കാം. ഇതിനൊരു ട്യൂൺ ഇല്ലല്ലോ, ഒരുമാതിരി പടക്കം പൊട്ടുന്ന പോലെ പോയി. നിങ്ങൾക്ക് ഒരു ട്യൂൺ ഇട്ടെന്തെങ്കിലും 1 2 1 2 3 അങ്ങനെ എന്തെങ്കിലും? ഓക്കെ. NSS ക്ലബ് ഉണ്ടോ? ഓക്കെ, എന്നാൽ then do that. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഇരിക്കാം. പരിശുദ്ധ കുർബാനയെ പറ്റി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി കുർബാനയെ പറ്റി കൂടുതൽ അറിയുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകരെ, പഠനങ്ങൾ നമ്മെ കൂടുതലായിട്ട് പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പഠിക്കുവാൻ പോകുന്നത് കുർബാനയിലെ 3ാമത്തെ ഭാഗമായ ഒരുക്ക ശുശ്രൂഷയും അനാഫറയുമാണ്. നിങ്ങൾ പലരും കുർബാനയ്ക്ക് കൂടുന്നതാണ്, പലരും എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ്. നമുക്കറിയാം, മിക്കവാറും എല്ലാവരും തന്നെ അനാഫറ എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴത്തേക്ക്, കൂദാശ കർമ്മത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഭക്തിയോടുകൂടി കുർബാന മധ്യേ ബെല്ലുകൾ മുഴക്കി മണി അടിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടി പലപ്പോഴും നമുക്ക് ഓർമ്മ നൽകുന്നതാണ്. ഈ 2 ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരുക്ക ശുശ്രൂഷ. നമുക്കറിയാം, വചന ശുശ്രൂഷയെപ്പറ്റി നമ്മൾ പഠിച്ചു. വൈദികൻ വചനം വിഭജിച്ച് തരികയാണ്, വചനം മുറിച്ച് നൽകുകയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ രൂപത്തിൽ. അതിനുശേഷം വരുന്ന പ്രഘോഷണ പ്രാർത്ഥനകളുണ്ട്, കാറോസൂസ പ്രാർത്ഥനകൾ. ആത്മാവിനെ ശക്തിപ്പെടുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ആധ്യാത്മികമായി വേണ്ട കൃപകൾ യാചിക്കുന്ന പ്രഘോഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്നതാണ് ഒരുക്ക ശുശ്രൂഷ. ആദിമസഭയിൽ നിലനിന്നിരുന്നതാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവരെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം പറഞ്ഞു വിടുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, പലപ്പോഴും പല പള്ളികളിലും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്, അല്ലേ? ഇവിടെ പരിശുദ്ധ കുർബാനയിൽ അനാഫറ ഭാഗത്ത് പങ്കെടുക്കുവാൻ യോഗ്യതയില്ലാത്തവർ, പ്രത്യേകിച്ച് ആദിമസഭയിൽ മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള യോഗ്യതയുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ മാമോദീസ സ്വീകരിക്കാത്തവർക്ക് വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആശീർവാദം നൽകി പറഞ്ഞു വിടുന്ന രീതിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ സഭയിൽ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി, തലകുനിക്കുവാൻ വേണ്ടി ശുശ്രൂഷകൻ പറയുന്നതും വൈദികൻ ആശീർവദിക്കുന്നതിനും. അതിനുശേഷം പറയുന്നുണ്ട്, ശുശ്രൂഷ പറയുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ഒരു ആഹ്വാനം കൂടെ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുർബാനകളിൽ നമ്മൾ ചെല്ലാറില്ല,
കാരണം ഇപ്പോൾ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ അത് ഒഴിവാക്കുകയാണ്. ആ ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരുക്ക ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. ഇവിടെ വൈദികൻ ഉപപീഠത്തിൽ പോയി അപ്പവും വീഞ്ഞും ഒരുക്കുകയാണ്. പ്രാർത്ഥന ചൊല്ലി അപ്പവും വീഞ്ഞും ഒരുക്കുന്നു. അതിനുശേഷം ഒരു കൈകഴുകൽ ശുശ്രൂഷയുണ്ട്. അടയാളങ്ങളെപ്പറ്റി, പ്രതീകങ്ങളെപ്പറ്റി പഠിച്ചപ്പോൾ നമ്മളവിടെ കണ്ടതാണ് വൈദികൻ കൈ കഴുകുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, എൻ്റെ കടങ്ങളും പാപങ്ങളും കഴുകിക്കളയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈ കഴുകുന്നത്. ഈ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും അർപ്പിക്കുവാനും തന്നെ യോഗ്യനാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കടങ്ങളും പാപങ്ങളും കഴുകിക്കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ കൈ കഴുകുന്നു. അതിനുശേഷം സൈഡിലുള്ള ഉപപീഠത്തിൽ നിന്ന് പ്രദക്ഷിണമായി അപ്പവും വീഞ്ഞും ബലിവേദിയിലേക്ക്, അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നതാണ്. കാഴ്ച സമർപ്പണത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഭാഗമാണുള്ളത്. ഇവിടെ നമുക്കറിയാം, വൈദികൻ തൻ്റെ കൈ വിരിച്ചു പിടിച്ച് അതിൽ കാസായും പീലാസയും എടുത്തുകൊണ്ട് അൾത്താരയിലേക്ക് വരികയാണ്. ഇത് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ കാൽവരി യാത്രയാണ്, പീഡാനുഭവ യാത്രയാണ്. കാൽവരിയിലേക്ക് കടന്നു പോകുന്ന ഈശോ തൻ്റെ ശരീരം ബലിയായി അർപ്പിക്കാൻ വേണ്ടി, തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുവാനും വേണ്ടി കാൽവരിയിലേക്ക് പോകുന്ന യേശുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പ്രദക്ഷിണം. അപ്പവും വീഞ്ഞുമായി തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് വൈദികൻ അൾത്താരയിലേക്ക് വരുന്നത്. അവിടെ എത്തിയതിന് ശേഷം നമുക്കറിയാം, കാസയും പീലാസയും എടുത്ത് കുരിശാകൃതിയിൽ വെച്ചുകൊണ്ടാണ് വൈദികൻ സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇത് യേശുവിൻ്റെ കുരിശു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അതിനുശേഷം വൈദികൻ തൻ്റെ ഈ അർപ്പണ വസ്തുക്കൾ ബലിപീഠത്തിൽ സ്ഥാപിക്കുകയും ശോശാപ്പ കൊണ്ട് മൂടുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥമാണ് യേശുവിൻ്റെ മൃതസംസ്കാരം, കല്ലറയിൽ സംസ്കരിച്ച യേശുവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഒരുക്ക ശുശ്രൂഷയിലുള്ളത്. പ്രിയ കുഞ്ഞു കൂട്ടുകാരെ, ഇനി വരും ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ കാഴ്ച സമർപ്പണ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് യേശുവിൻ്റെ പീഡാനുഭവ യാത്രയാണ്, യേശുവിൻ്റെ കുരിശു മരണമാണ്, യേശുവിൻ്റെ സംസ്കാരമാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച യേശുവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ച സമർപ്പണം ഒരനുഭവമാകും. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ ആ ബലിയോട് ചേർത്ത് വെച്ച് നമുക്കും കാഴ്ചയായി സമർപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം വരുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. ഏതാണ് അതിലെ? താതനുമതു പോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും. നമുക്കറിയാലോ, ഇവിടെ എന്താണ് ഇന്ന് ഈ വിശുദ്ധരെ പോലെ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ, നമ്മുടെ പിതാവായ തോമാസ്ലിഹായെ പോലെ, ശിഷ്യന്മാരെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും എന്നാണ്. ആ പാട്ടിൻ്റെ അവസാനം വരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, ഈ വിശുദ്ധരെ പോലെ, സഭയിലുള്ള വിശുദ്ധരെ പോലെ, പരിശുദ്ധ കന്യകാമറിയം മുതൽ എല്ലാ വിശുദ്ധരും ആ പ്രത്യേക ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ, തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങൾക്കും പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. ആ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും, ആ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും.
അതിനുശേഷം നമ്മൾ നമ്മുടെ തന്നെ വിശ്വാസം പ്രഘോഷിക്കുകയാണ്. ഈ ദേവാലയത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ആ വിശ്വാസ സത്യമുണ്ട്. മാമോദീസായിലൂടെ നമ്മളെ സഭയിൽ അംഗമാക്കി യേശുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടി ആ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഏറ്റുപറഞ്ഞിട്ടാണ് അനാഫുറ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്, കൂദാശ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഈ അനാഫുറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂദാശ കർമ്മം ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. അർപ്പിക്കുക, സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും 4 അനാഫുറ പ്രാർത്ഥനകളാണുള്ളത്. അനാഫറയിൽ 4 പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് നമുക്ക് ഉള്ളത്. ഇവിടെ 4 പ്രാർത്ഥനകളിലും വ്യത്യസ്തമായ തീമുകളാണ്, വിഷയങ്ങളാണ് വൈദികൻ പ്രത്യേകമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സീറോ മലബാർ സഭയിൽ വ്യത്യസ്തമായ അനാഫറ പ്രാർത്ഥനകളുണ്ട്. ഇന്ന് നാം ഉപയോഗിക്കുന്നത് സ്ലീഹന്മാരുടെ അനാഫറ ആണ് ഉപയോഗിക്കുന്നത്. കിഴക്കിൻ്റെ പ്രബോധകരായ മാർ അദ്ദായുടെയും മാർ മാറിയുടെയും അനാഫറ പ്രാർത്ഥനകളാണ് ഇന്ന് പൊതുവായിട്ട് സീറോ മലബാർ സഭയിലെ നമ്മുടെ കുർബാന നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ചെല്ലുന്നത്. ഇത് കൂടാതെ തെയോദോറിൻ്റെതുണ്ട്, അനാഫറയുണ്ട്, നെസ്തോറിയോസിൻ്റെ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും സ്ലീഹന്മാരുടെ അനാഫറയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഗഹാന്ത പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് വൈദികൻ മദ്ബഹ പ്രവേശനം നടത്തുന്നുണ്ട്. നമുക്കറിയാം, വിശ്വാസ പ്രമാണത്തിന് ശേഷം ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഹൃദയശക്തി നിനക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയെ ആശീർവദിക്കുകയും ശുശ്രൂഷയെ എല്ലാവരോടും ഈ ഗഹാന്ത പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അനാഫറ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് വൈദികൻ 3 പ്രാവശ്യം പ്രണമിച്ചുകൊണ്ട് വണങ്ങിക്കൊണ്ട് മദ്ബഹായിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവജനത്തിൻ്റെ പാപങ്ങളും കറകളും ക്ഷമിക്കണമേ എന്നും അവരെയും എന്നെയും ഈ പരിശുദ്ധ കുർബാന യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ വേണ്ടി യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 പ്രാവശ്യം വണങ്ങിക്കൊണ്ട് മദ്ബഹയിലേക്ക് വൈദികൻ പ്രവേശിക്കുകയാണ്. അതോടുകൂടി അനാഫറ പ്രാർത്ഥനയുടെ ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മദ്ബഹായിൽ പ്രവേശിച്ച വൈദികൻ സമൂഹത്തോട് തിരിഞ്ഞു നിന്ന് ഈ ബലി യോഗ്യതയോട് അർപ്പിക്കുവാൻ വേണ്ടി, എന്നെ ശക്തനാക്കുവാൻ വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ട്. അപ്പോൾ സമൂഹം ചെല്ലുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്, അങ്ങേക്കും ലോകം മുഴുവനും വേണ്ടി. അതാണ് പുരോഹിതൻ അങ്ങേക്കും ലോകം മുഴുവനും വേണ്ടി അർപ്പിക്കുന്ന ഈ ബലി യോഗ്യതയോട് അർപ്പിക്കുവാൻ ദൈവം അങ്ങയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതാണ് സമൂഹവും ഈ വൈദികനും ഒന്നിച്ചു ചേർന്നാണ് ഇത് അർപ്പിക്കുന്നതെന്നുള്ളതിന് തെളിവാണ്. പരസ്പരം അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നു, അവിടുന്ന് സമൂഹം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം, 1ാമത്തെ അനാഫറ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. നൽകിയ എല്ലാ നന്മകൾക്കും കൃതജ്ഞത അർപ്പിക്കുന്നതാണ് 1ാമത്തെ അനാഫറ പ്രാർത്ഥന. ദൈവം നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് 1ാമത്തെ അനാഫറ പ്രാർത്ഥന നടത്തുകയാണ്. അതിനുശേഷം സമാധാനം ആശംസിക്കുകയാണ്. സമൂഹത്തിനെ നേരെ തിരിഞ്ഞു നിന്നതിന് ശേഷം ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ആശീർവദിക്കുകയാണ്. എന്താണ് ഈ സമാധാനം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, ഈശോ തന്നെയായ സമാധാനമാണ് വൈദികൻ സമൂഹത്തിന് നൽകുന്നത്. അത് സമൂഹം സ്വീകരിച്ചതിന് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക്, തങ്ങളോടൊപ്പം ബലിയർപ്പിക്കുന്നവർക്ക് സമാധാനം ആശംസിക്കുകയാണ്. എത്ര മനോഹരമായ രംഗമാണ്! എല്ലാവിധ വ്യത്യാസങ്ങളും മറന്ന് ഞങ്ങൾ ഏകസ്വരത്തിലാണ്, ഒന്നിച്ചാണ് ഈ തിരുബലി അർപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ആ സമാധാനമാകുന്ന ഈശോയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൈമാറുകയാണ്. ഇതാണ് പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം. എൻ്റെ അടുത്തും വലഞ്ഞു നിൽക്കുന്നവർ ആരായാലും അവർക്ക് നമ്മൾ സമാധാനം കൈമാറുകയാണ്. ഇത് അനാഫറ പ്രാർത്ഥനയിലേക്ക്, കൂദാശ കർമ്മത്തിലേക്ക് നമ്മൾ ഒരു അല്പം കൂടി അടുപ്പിക്കുകയാണ്. യോഗ്യതയോട് സ്വീകരിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു ശരീരമാണ്, ഒരു രക്തത്തോടുകൂടിയാണ്, ഒരുമയോടുകൂടിയാണ് നമ്മൾ ഈ കൂദാശ കർമ്മത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷം നമ്മൾ 2ാമത്തെ അനാഫറ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. 2ാമത്തെ അനാഫറ പ്രാർത്ഥനയിൽ വൈദികൻ പ്രത്യേകമായിട്ട് സൃഷ്ടികർമ്മത്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികർമ്മങ്ങളെയും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് വൈദികൻ അതിനെല്ലാം ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് 2ാമത്തെ അനാഫറ പ്രാർത്ഥനയിൽ. അതിനുശേഷം നമുക്കറിയാം, ഏശയ്യാ പ്രവാചകൻ്റെ ആ സ്തുതി കീർത്തനം
ദൈവത്തെ പരിശുദ്ധൻ, യാഹവയെ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ നടത്തിയ ആ സ്തുതിഗീതം വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ ലഭിച്ച വെളിപാടിൽ നിന്ന് യോഹന്നാൻ നടത്തുന്ന ഒരു പരിശുദ്ധ സ്തുതിഗീതം. മത്തായിയുടെ സുവിശേഷത്തിൽ ഓശാനയ്ക്ക് മുമ്പായിട്ട് ഇസ്രായേൽ ജനം വിളിച്ച ആ സ്തുതിഗീതം, ഓശാനയുടേതായ സ്തുതിഗീതമാണ് അനാഫറ. രണ്ടാമത്തെ അനാഫറ പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന മനോഹരമായ ഗീതം, ഒന്നായി ഉച്ചസ്വരത്തിൽ നമ്മൾ മനോഹരമായി പാടുന്നല്ലേ, സർവേശന് സ്തുതി ഗീതം ഓശാന. ആ ഓശാന ഗീതത്തോടു കൂടിയാണ് രണ്ടാമത്തെ അനാഫറ പ്രാർത്ഥന സമാപിക്കുന്നത്. മൂന്നാമത്തെ അനാഫറ പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അതോട് ചേർന്നാണ് സ്ഥാപക വചനങ്ങൾ. അന്ത്യത്താഴ നാളിൽ ഈശ്വരനാഥൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം നമുക്ക് നൽകിയ ആ സ്ഥാപക വചനങ്ങൾ ചേർത്തുകൊണ്ടുള്ളതാണ് മൂന്നാമത്തെ അനാഫറ പ്രാർത്ഥന. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്, മൂന്നാമത്തെ അനാഫറ പ്രാർത്ഥനയിലെ പ്രമേയം എന്ന് പറയുന്നത് ആ രക്ഷാകര പദ്ധതിയെ പറ്റിയാണ് പ്രധാനമായിട്ടും വൈദികൻ പ്രാർത്ഥനയിലൂടെ അവതരിപ്പിക്കുന്നത്. രക്ഷകനായി വന്ന യേശുനാഥൻ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചു എന്നാണ് മൂന്നാമത്തെ അനാഫറ പ്രാർത്ഥനയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്നത്. അനാഫറ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിന് ശേഷം സ്ഥാപക വചനം ചൊല്ലിക്കൊണ്ട് വൈദികൻ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും എടുത്ത് അന്ത്യത്താഴ നാളിൽ ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ അതേ രൂപത്തിൽ തന്നെ ആ സ്ഥാപക വചനം ചെല്ലുകയാണ് പ്രധാന വൈദികൻ. തുടർന്ന് അനാഫറയുടെ രണ്ടാമത്തെ ഭാഗം ചൊല്ലിക്കൊണ്ട് മൂന്നാമത്തെ അനാഫറ പ്രാർത്ഥനകളും സമാപിക്കുകയാണ്. അതിനുശേഷം വരുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ. വൈദികൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, അൽമായർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭാപിതാക്കന്മാർക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ എല്ലാവിധ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് നാലാമത്തെ അനാഫറയ്ക്ക് തൊട്ടു മുമ്പായിട്ട് വൈദികൻ ചൊല്ലുന്നത്. നാലാമത്തെ അനാഫറ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികൻ നാലാമത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. സൃഷ്ടികർമ്മത്തോടൊപ്പം തന്നെ നമുക്കറിയാം, ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ കണ്ടു, രണ്ടാമത്തെ പ്രാർത്ഥന കണ്ടു, മൂന്നാമത്തെ പ്രാർത്ഥന കണ്ടു. അതിനുശേഷം സഭയിൽ ഇന്നും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ദൈവം അനുദിനം സഭയിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ടാണ് നാലാമത്തെ അനാഫറ പ്രാർത്ഥന വൈദികൻ നടത്തുന്നത്. അതിനുശേഷമാണ് റൂഹാക്ഷണ പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വൈദികൻ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും മേൽ കൈകൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉത്ഥാന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവമേ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ടും മരിച്ചവരുടെ കടങ്ങൾക്കും പാപങ്ങളുടെ പുറത്തേക്കും വേണ്ടിയാണ് വൈദികൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടുകൂടിയാണ് അനാഫറ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കുദാശ കർമ്മങ്ങൾ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുക്ക ശുശ്രൂഷയും അനാഫറ പ്രാർത്ഥനകളും ഇവിടെയാണ് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം കുദാശ കർമ്മം എന്ന് പറയുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അനുഭവം ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുഭവമാണ് ഒരുക്ക ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്നത്. അനാഫറ പ്രാർത്ഥനകളിൽ, കൂദാശ കർമ്മത്തിൽ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ഓർക്കുന്നത്. ഈ സൃഷ്ടികർമ്മത്തിലൂടെ അനുദിനം നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ പ്രാർത്ഥനകളിലൊക്കെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇത് നമ്മുടെ തന്നെ ഒരു അനുഭവമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കടുകുമണിക്കൂട്ടുകാർ ഒരുക്ക ശുശ്രൂഷയെക്കുറിച്ചും അനാഫറയെക്കുറിച്ചൊക്കെ പഠിച്ചോ? പഠിച്ചു. എത്ര അനാഫറയുണ്ട്? 4. ഓക്കെ, മിടുക്കരാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും. കൺഫേംഡ്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരും ഇവരെ പോലെ ശ്രദ്ധയോടെ ക്ലാസ് കേട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്കറിയാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാ. ചോദ്യം 1, അനാഫറ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ കൂടി, അനാഫറ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ചോദ്യം 2, സീറോ മലബാർ കുർബാനയിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന അനാഫറ ആരുടേതാണ്? സീറോ മലബാർ കുർബാനയിൽ
നാം ഇന്ന് ഉപയോഗിക്കുന്ന അനാഫ്ര ആരുടേതാണ്? ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പൊ തന്നെ മനസ്സിൽ വന്ന് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ. നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 6A സ്പേസ് ഉത്തരം, 6B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനവും 10 എപ്പിസോഡിൽ തുടർച്ചയായി ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവുമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വിശ്വാസ പരിശീലന കളരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.